ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വിചാരിച്ചത് 2025 ആവുന്ന നേരത്ത് ഫുൾ ഇലക്ട്രിക് വണ്ടികളാകും, ഇലക്ട്രിക്കാണ് ഫ്യൂച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കിയാലും ഇലക്ട്രിക് വണ്ടികൾ അങ്ങനെ അങ്ങോട്ട് ഇന്ത്യയിൽ പോപ്പുലറായി വന്നിട്ടില്ല. ചാർജിങ് നെറ്റ്വർക്ക് നല്ലപോലെ തന്നെ ഇല്ല. പിന്നെ വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ വിലയാണ്. അതായത് ഇപ്പോഴും ആ ഒരു ഇലക്ട്രിക് വണ്ടികൾ, ഫുൾ ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് അങ്ങോട്ട് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങോട്ട് പ്രാക്ടിക്കലാകാൻ പോണില്ല. എന്നാൽ ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, വലിയ ഭീമന്മാരായ കമ്പനികളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബജാജ് ലോകത്തിലാദ്യത്തെ CNG ബൈക്ക് കൊണ്ടുവന്നേക്കുകയാണ്. ഇതിപ്പം നല്ല പോലെ തന്നെ ഇന്ത്യയിൽ പ്രാക്ടിക്കലായ ഒരു കാര്യമാണ്. കാരണം CNG പമ്പുകളൊക്കെ ഇപ്പം ഒരുപാട് ഇന്ത്യയിലുണ്ട്. CNGക്ക് പെട്രോളിനേക്കാളും വില കുറവാണ്. CNG ബൈക്കുകൾക്ക് പെട്രോൾ വണ്ടികളെക്കാളും പൊല്യൂഷൻ കുറവാണ്. അങ്ങനെ ബജാജ് വലിയൊരു വിപ്ലവമാണ് ലോകത്ത് തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അവരുടെ ഫ്രീഡം 125 എന്ന് പറഞ്ഞ് ലോകത്തിൽ തന്നെ ആദ്യത്തെ CNG ബൈക്ക് ഉണ്ടാക്കി ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ബജാജ്. അപ്പോൾ എന്താണ് ഫ്രീഡം 125? ഈ ഒരു വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 75,000 രൂപയോളം 5 വർഷം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് ബജാജ് പറയുന്നത്. അതെങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്. ഇപ്പം നമ്മുടെ CD100 110X പോലെ തന്നെ ഒരു നിയോ റിട്രോ ലുക്കുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്ക്, ഒരു 125cc കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്മ്യൂട്ടർ ബൈക്ക്. പക്ഷേ ഇതിൽ നമുക്ക് ഫ്യൂവലായിട്ട് CNG ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ പെട്രോളും ഉപയോഗിക്കാൻ പറ്റും. വണ്ടിയിൽ വന്നേക്കുന്നത് ട്രെല്ലിസ് ഫ്രെയിമാണ്. ഈ ട്രെല്ലിസ് ഫ്രെയിമിൽ സീറ്റിനടിയിലായിട്ട് നടുക്ക് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ആ ഒരു CNG ടാങ്ക് ഇരിക്കുന്നത്. ഒരു 2 കിലോത്തിൻ്റെ CNG ടാങ്കാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം ഈ ഒരു CNGയിൽ, അതായത് 1 കിലോ CNGയിൽ ഈ വണ്ടിക്ക് ഏകദേശം 102 കിലോമീറ്ററോളം ഓടാൻ പറ്റും. 1 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഏകദേശം 65 കിലോമീറ്റർ പെർ ലിറ്ററോളം ഈ വണ്ടിക്ക് ഓടാൻ പറ്റും. 2 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ടാങ്കും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ CNGയുടെ കേരളത്തിലെ വില നോക്കുകയാണെങ്കിൽ 86-87 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 87 രൂപയ്ക്ക് 1 കിലോ CNG വണ്ടി അടിക്കുകയാണെങ്കിൽ ഈ വണ്ടി 102 കിലോമീറ്റർ ഓടും. 1 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്ന പ്ലാറ്റിനയും അതേപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. അതും നമ്മൾ 1 ലിറ്റർ പെട്രോളിന് വേണ്ടി ഏകദേശം 108 രൂപയോളം മുടക്കണം, എന്നാൽ മാത്രമേ 100 കിലോമീറ്റർ ഓടത്തുള്ളൂ. പക്ഷേ ഈ വണ്ടി 87 രൂപ മുടക്കി തന്നെ 100 കിലോമീറ്റർ ഓടും. അതായത് ഇപ്പം ഇന്ത്യയിൽ നിലവിലുള്ള ഫ്യൂൽ അടിച്ചോടുന്ന വണ്ടികളിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന വണ്ടി ഇതാണ്. ഇനി നിങ്ങളുടെ അടുത്തൊന്നും CNG പമ്പില്ല, തൊട്ടടുത്തൊരു CNG പമ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വണ്ടിയിൽ പെട്രോൾ അടിച്ചാലും ഇത് ഓടുന്നതാണ്. അപ്പം പെട്രോൾ അടിച്ചും നമുക്കിത് ഓടിക്കാൻ പറ്റും. 2 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ഫ്യൂൽ ടാങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോളിൽ 65 കിലോമീറ്റർ പെർ ലിറ്ററോളം ഈ ഒരു വണ്ടി മൈലേജ് തരുന്നുണ്ട്. ഈ പെട്രോൾ അടിക്കുന്നതും CNG അടിക്കുന്നതും നമ്മൾ സാധാരണ വണ്ടിയുടെ ടാങ്കിൽ എങ്ങനെയാണോ ആ ഒരു പെട്രോൾ അടിക്കുന്നത് ആ ഭാഗത്ത് തന്നെയാണ് CNGയുടെ ആ ഒരു നോസിലും വന്നേക്കുന്നത്. അതായത് ടാങ്കിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ CNG അടിക്കുന്ന നോസിൽ വന്നേക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ പെട്രോൾ അടിക്കാനുള്ള ഭാഗവും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി CNGന്ന് പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് CNGന്ന് പെട്രോളിലേക്കും പെട്രോളിൽ നിന്ന് CNGയിലേക്കും വണ്ടി മാറ്റാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ വണ്ടിയിൽ ഈ ഹൈ ബീം ലോ ബീം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് പോലത്തെ ചെറിയൊരു സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ വണ്ടി CNGന്ന് പെട്രോളിലേക്കും പെട്രോളിൽ നിന്ന് CNGയിലേക്കും മാറുന്നതായിരിക്കും. അത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയൊന്നും വേണ്ട, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വണ്ടിയുടെ ഫ്യൂല്. നിലവിൽ നമ്മൾ പെട്രോളിന് ഒരു 105 രൂപ കണക്ക് കൂട്ടിയും അതേപോലെ തന്നെ CNGക്ക് 86 രൂപ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ വണ്ടിയുടെ 2 കിലോ CNG ടാങ്കും 2 ലിറ്ററിൻ്റെ ഫുൾ ടാങ്കും മൊത്തം ഫില്ല് ചെയ്യാലും നമുക്ക് ഏകദേശം 382 രൂപയോളാണ് ചിലവ് വരുന്നത്. അപ്പം 382 രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടിയുടെ 2 ടാങ്കും ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 330 കിലോമീറ്ററോളം ഈ ഒരു വണ്ടിക്ക് റേഞ്ച് കിട്ടുന്നതാണ്. അത്രയ്ക്ക് വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു വണ്ടി, അത്രയ്ക്ക് ലാഭകരമാണ് ഈ ഒരു വണ്ടി. ഏകദേശം ഇലക്ട്രിക് വണ്ടി പോലെ തന്നെ ലാഭകരമായി മാറിയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു ബൈക്ക്. നമുക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കി തരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ CNG ബൈക്കായ ഫ്രീഡം 125ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ചീപ്പാണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിന് 95,000 രൂപയോളം മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. ഏറ്റവും ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിന് ഡ്രം ബ്രേക്കും ഹാലോജൻ ലൈറ്റുകളാണ് വരുന്നത്. അത് കഴിഞ്ഞൊരു മിഡിൽ വേരിയൻ്റ് ഉണ്ട്, അത് നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്കും LED ലൈറ്റും വരുന്നത്. അതിന് 1 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിന് LED ലൈറ്റും ഡിസ്ക് ബ്രേക്കുകളും വരുന്നുണ്ട്. അതിന് 1,10,000 രൂപയോളം മാത്രമേ വില വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ലാഭം ഉണ്ടാക്കി തരുന്ന ഈ വണ്ടിയുടെ പ്രൈസും വളരെ കുറവാണ്. അതായത് മൊത്തത്തിൽ ലാഭകരമായ ഒരു പ്രോഡക്റ്റാണ് ഫ്രീഡം 125 എന്ന് പറയുന്നത്. ഇതിനൊരു 125cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഏകദേശം 9.5 PS ഇതിൻ്റെ പവർ വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 9.7 Nm ഇതിന് ടോർക്ക് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും വരുന്നുണ്ട്, അതായത് CBSഉം ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. 785 mm ഇതിൻ്റെ സീറ്റ് വെയിറ്റ് വരുന്നത്. 147 കിലോയോളം ഈ വണ്ടിക്ക് വെയിറ്റും വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സീറ്റ് തന്നെയാണ് നല്ല പോലെ തന്നെ നീളമുള്ളൊരു സീറ്റാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ നോർമലായിട്ട് ട്രിപ്പിൾ അടിക്കാറുണ്ട്, പക്ഷേ ഈ വണ്ടിയിൽ ട്രിപ്പിൾ അടിക്കാൻ ഇനി വളരെ സിമ്പിളായിരിക്കും. കാരണം ട്രിപ്പിൾ അടിക്കുന്നത് ഇല്ലീഗൽ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇതിൽ 3 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും, വേണമെങ്കിൽ 4 പേർക്കും ഇരിക്കാം. അത്രയ്ക്ക് വലിയൊരു സീറ്റാണ് ബജാജ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങനൊരു വണ്ടി കൊണ്ടുവരാൻ പോകുന്ന അറിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മലയാളമെല്ലാം തന്നെ ഇതിൻ്റെ നെഗറ്റീവ് മാത്രമേ നോക്കാറുള്ളൂ. ആദ്യം തന്നെ പറയുന്ന ഡിസൈനാണ്, ഡിസൈൻ മറ്റേ ഹോണ്ട നവി പോലെ ഇരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ബൈക്ക് പൊട്ടുമോ അല്ലെങ്കിൽ CNG ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി പൊട്ടിത്തെറിക്കുമോ, അങ്ങനെയുള്ള സംശയങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. അതിനുള്ള ഉത്തരവും ബജാജ് കൊടുത്തിട്ടുണ്ട്. അവർ വണ്ടിയുടെ ആ ഒരു CNG ടാങ്കിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പുറത്തുകൂടെ ഒരു ട്രക്ക് ഓടിച്ച് കാണിക്കുന്ന വീഡിയോയും അവർ ഇതിൻ്റെ ലോഞ്ച് ടൈമിൽ കാണിച്ചായിരുന്നു. അതായത് ഒരു വലിയ ട്രക്ക് ഇതിൻ്റെ മേലെ കൂടെ ഓടിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇതിൻ്റെ ടാങ്കിന് ഒരു കുഴപ്പമില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതിൻ്റെ ടാങ്ക് എന്നാണ് ബജാജ് പറഞ്ഞേക്കുന്നത്. വണ്ടിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഈ ഒരു വണ്ടി അവൈലബിൾ ഉള്ളൂ. അതായത് CNG നെറ്റ്വർക്ക് നല്ലപോലെയുള്ള കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. ആദ്യം തന്നെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ വരുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 3-4 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ മൊത്തം ഈ വണ്ടി അവൈലബിൾ ആകുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.